കടമ്പഴിപ്പുറത്തു നിന്നും വിനോദയാത്രയ്ക്ക് പോയി ചിക്കമംഗളൂരുവിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടി. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. കടമ്പഴിപ്പുറം കല്ലംപറമ്പിൽ കൂത്തറ വീട്ടിൽ രമേശ് രോഹിണി ദമ്പതികളുടെ മകളാണ് 10ാം ക്ലാസ്സുകാരിയായ ശ്രീനന്ദ. ഏപ്രിൽ 4-ാം തീയതി ഉച്ചയ്ക്കാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന 40-അംഗ സംഘം വിനോദയാത്രയ്ക്ക് പോയത്. ചിക്കമംഗളൂരു മാണിക്യധാര വ്യൂ പോയിന്റിൽ 40-അംഗ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം സ്ഥലത്ത് തിരച്ചിൽ തുടർന്നുവരികയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുകയാണ് ശ്രീനന്ദ. ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് കാരണം മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്. ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി ഇവിടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അന്വേഷണം വേണം. കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിന്റെ അടുത്ത് വരാൻ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്റർ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്തും നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇവർ ആ സൈഡ് നിന്നിരുന്നു. ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ഏരിയയിലേക്ക് നിന്നിരുന്നു. ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ആദ്യം നടത്തിയിരുന്നു. ഈ സ്ഥലത്ത് നടത്തി. അപ്പൊ തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇറങ്ങി പരിശോധിച്ചു. അത്യാവശ്യം ചെരുവാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തമാകെ ഇറങ്ങി പരിശോധിച്ചു. അപ്പൊ കാണാത്ത ബോഡി ഇപ്പൊ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിലൊരു പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു. ബോഡിക്ക് പഴക്കില്ല എന്നാണ് പറയുന്നത്. 4 ദിവസമായി അല്ല. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളെ ബന്ധുക്കൾക്ക് ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ നേരിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ ഇറങ്ങിയ സ്ഥലമാണ്.